ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിനിലെ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് പ്രൊജക്റ്റൈൽ മോഷൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഇസ് എ 2 ഡയമെൻഷണൽ മോഷൻ. 2 ഡയമെൻഷണൽ മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസൊക്കെ പറയാം. പ്രൊജക്റ്റൈൽ മോഷൻ എന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് 2 ഡയമെൻഷണൽ മോഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്നതിനെക്കുറിച്ചാണ്. സോ വാട്ട് ഈസ് എ പ്രൊജക്റ്റൈൽ? ഇഫ് യു ത്രോ എ ബോഡി, ദാറ്റ് ബോഡി മേ ബി എ സ്റ്റോൺ ഓർ വാട്ട് എവർ ബി ഇറ്റ്. അങ്ങനെ എറിയുന്ന സമയത്ത് ആ ബോഡി എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ബോഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്റ്റൈൽ. ഓക്കെ, സോ വാട്ട് ഈസ് എ പ്രൊജക്റ്റൈൽ എന്നുള്ളതിന് നമുക്ക് പറയാവുന്ന ആൻസർ എന്ന് പറയുന്നത് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീയിങ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ്. ബോഡി നമ്മൾ എറിയുക അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം എയറിലൂടെ ബോഡി ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്രൊജക്റ്റൈൽ എന്നുള്ളത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒട്ടനവധി എക്സാമ്പിൾസ് പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. ചില എക്സാമ്പിൾസ് നോക്കാം. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം ദി വിൻഡോ ഓഫ് എ മൂവിങ് ട്രെയിൻ. സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഒരു ബോഡി ത്രോ ചെയ്യുന്ന സമയത്ത് ആ ബോഡി എയറിലൂടെ സഞ്ചരിക്കുന്ന ആ സമയത്ത് നമുക്കതിനെ പ്രൊജക്റ്റൈൽ എന്നുള്ളത് രീതിയിൽ പറയാം. അതേപോലെ സപ്പോസ് ഇഫ് യു ത്രോ എ ജാവലിൻ ഓർ ഹാമർ, ഇഫ് ഇറ്റ് ഈസ് ത്രോൺ ബൈ ആൻ അത്ലറ്റ്, ദെൻ ദാറ്റ് ഈസ് അഗെയിൻ എ പ്രൊജക്റ്റൈൽ. സിമിലർലി എ പീസ് ഓഫ് സ്റ്റോൺ ത്രോൺ ഇൻ എനി ഡയറക്ഷൻ. നമ്മളൊരു കല്ലെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ തന്നെ പ്രൊജക്റ്റൈൽ എന്നുള്ളത് പറയാം. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് 2 മോഷൻസ്, അതായത് 2 മോഷൻ ഉൾപ്പെട്ടതാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയാൻ കഴിയും. ഒന്ന്, ദി മോഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ മോഷൻ, അതായത് ബോഡി ഹൊറിസോണ്ടലി മുന്നോട്ട് നീങ്ങുകയാണ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. നമ്മൾ ഏതൊരു ബോഡീനെ ഒരു സർട്ടൻ ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോയിട്ട് സഞ്ചരിച്ച് അവസാനം ഭൂമിയിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ ബോഡിയെ സംബന്ധിച്ചിട്ട് ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അതേപോലെ വെർട്ടിക്കൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. ഈ 2 മോഷനും കൂടി ചേർന്നാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അതായത് ബോഡി ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആൻഡ് ഇറ്റ് വിൽ മൂവ് വെർട്ടിക്കലി വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് എയർ റെസിസ്റ്റൻസ്, അതായത് നമ്മൾ ബോഡി എയറിലൂടെ സഞ്ചരിക്കുന്ന ആ എയർ റെസിസ്റ്റൻസ് ഈസ് considered as negligible. That is, to study the motion of a projectile, we assume that there is no frictional resistance of air, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് അബൌട്ട് ദി പ്രൊജക്റ്റൈൽ ആൻഡ് പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്നുള്ളതാണ്. അപ്പോൾ യു കൺസിഡർ എ പ്രൊജക്റ്റൈൽ which is projected with an initial velocity u. u എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ബോഡീനെ നമ്മൾ ത്രോ ചെയ്യാണ്. ഇനീഷ്യൽ വെലോസിറ്റിയാണ് u കാണിച്ചിരിക്കുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊജക്റ്റൈൽ മോഷൻ എന്നുള്ള 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ നമ്മളൊരു 2 ഡയമെൻഷണൽ പ്ലെയിനാണ് വരച്ചിരിക്കുന്നത്. എക്സ് വൈ പ്ലെയിനാണ്. ഈ പ്ലെയിനിലൂടെയാണ് ബോഡി മൂവ് ചെയ്യുന്നത്. ഈ u എന്നുള്ള വെലോസിറ്റി ഈ എക്സ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്നുള്ള ആംഗിൾ. ഈ തീറ്റ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. തീറ്റയാണ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ യു എന്നുള്ള വെലോസിറ്റി നമുക്കറിയാം. നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദിസ് വെക്ടർ, ഒരു വെക്ടറിനെ നമുക്ക് 2 കമ്പോണൻസ് ആക്കി മാറ്റാം. അതായത് കോസ് തീറ്റ കമ്പോണൻറ്റും അതേപോലെ സൈൻ തീറ്റ കമ്പോണൻറ്റും. അപ്പോൾ ഇവിടെ യു എന്നുള്ള ഈ വെക്ടർ, അത് വെലോസിറ്റി വെക്ടർ 2 കമ്പോണൻസുകളായിട്ട് മാറ്റപ്പെടുകയാണ്. ഒന്ന് യു കോസ് തീറ്റ ദാറ്റ് ഈസ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് യു സൈൻ തീറ്റ വിച്ച് ഈസ് അലോങ് വൈ ആക്സിസ്. ഇനി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ അറിയാം. ഈ ഓരോ ഇൻസ്റ്റൻറ്റിലും യു എന്നുള്ള വെലോസിറ്റി 2 കമ്പോണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്യപ്പെടുകയാണ്, യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. ഇവിടെ തന്നെ നമ്മൾ ഈ യു കോസ് തീറ്റ കമ്പോണൻറ്റ് എന്നുള്ളത് ഓരോ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇസ് വാല്യൂ മീൻസ് ലെങ്ത് ഈസ് സൈൻ. യു കോസ് തീറ്റ ഇവിടെയും ഇവിടെയൊക്കെ തന്നെ യു കോസ് തീറ്റയുടെ വാല്യൂ ഒരേ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും മാറുന്നില്ല. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ദാറ്റ് ഈസ് യു കോസ് തീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ മോഷൻ.
അതേസമയം നമ്മൾ നോക്കും യു സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് ഇവിടുത്തെ ഇതിൻ്റെ വാല്യൂ കൂടുതലാണ്. ഓരോ പോയിന്റിലേക്ക് പോകുന്തോറും വെർട്ടിക്കലി മുകളിലേക്ക് പോകുന്തോറും യു സൈൻ തീറ്റയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിയർ ഈസ് യു സൈൻ തീറ്റ, ഹിയർ ഈസ് യു സൈൻ തീറ്റ അഗെയിൻ, ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ദാറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്റ്റൈൽ, അതായത് ഈ മാക്സിമം ഹൈറ്റുള്ള ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് യു സൈൻ തീറ്റയുടെ വാല്യൂ 0 ആവുകയാണ് ചെയ്യുന്നത്. അതേസമയം യു കോസ് തീറ്റയുള്ള വാല്യൂ യു കോസ് തീറ്റ കമ്പോണൻറ്റ്, അതായത് ഹൊറിസോണൽ കമ്പോണൻറ്റ് ത്രൂ ഔട്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ദെൻ വെർട്ടിക്കലി ബോഡി അതിനുശേഷം താഴത്തേക്ക് വരുന്ന സമയത്ത് അഗെയിൻ യു കോസ് തീറ്റ ഹാസ് നോ ചേഞ്ച്, ബട്ട് യു സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയിരുന്നത് കുറേശ്ശെ കൂടി വന്നിട്ട് ഇനീഷ്യലി പഴയ പോലെ തന്നെ ആയി മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി മോഷൻ. അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് നമുക്ക് 3 തരത്തിലുള്ള മോഷൻ കൺസിഡർ ചെയ്യാൻ കഴിയും. അതായത് ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് യൂണിഫോം, ദാറ്റ് ഈസ് യൂണിഫോം മോഷൻ. ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷൻ, അതായത് ഇതിൻ്റെ വെലോസിറ്റി മാറുന്നില്ല, ദാറ്റ് ഈസ് യു കോസ് തീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതേസമയം വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ നോക്കാനറിയാം, മുകളിലേക്ക് പോകുന്ന സമയത്ത് ബോഡിക്ക് സംഭവിക്കുന്ന റിട്ടാർഡേഷൻ ആണ്. കാരണം വെലോസിറ്റിക്ക് എതിരായിട്ട് ഒരു ആക്സലേഷൻ ടു ഗ്രാവിറ്റി ഭൂമി ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെർട്ടിക്കലി ബോഡി മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ബോഡിക്ക് സംഭവിക്കുന്നത് റിട്ടാർഡേഷനാണ്, റിട്ടാർഡേഷൻ. ദെൻ ഈ ഹയസ്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ബോഡി തിരിച്ചു വരികയാണ്. ആ സമയത്ത് ബോഡിക്ക് ഉണ്ടാവുന്നത് ആക്സലറേഷൻ ആണ്, ദാറ്റ് ഈസ് യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള മോഷൻ ചേർന്നാണ്. അതായത് ഹൊറിസോണ്ടൽ മോഷൻ ദാറ്റ് ഈസ് എ യൂണിഫോം മോഷൻ, ആൻഡ് എ വെർട്ടിക്കൽ മോഷൻ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ വിത്ത് എ റിട്ടാർഡേഷൻ, ആൻഡ് എ വെർട്ടിക്കൽ മോഷൻ അഗെയിൻ വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ. ഈ 3 മോഷൻ കൂടി ചേർന്നാണ് പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മളിവിടെ ഈ എക്സ് ആക്സിസിലൂടെ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുക. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അവിടെ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ യു കോസ് തീറ്റ എന്നുള്ള വെലോസിറ്റി മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ. കാരണം ഹൊറിസോണ്ടൽ മോഷനിൽ വെലോസിറ്റി എന്നുള്ളത് യു കോസ് തീറ്റയാണ്. അതായത് യു എന്നുള്ള ഒരു വെലോസിറ്റി 2 കമ്പോണൻ്റായി മാറി യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. അപ്പോൾ യു കോസ് തീറ്റ എന്നുള്ളതാണ് നമ്മൾ എക്സ് ആക്സിൽ എടുക്കേണ്ടതുള്ളൂ. അതേസമയം വൈ ആക്സിസിലെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ യു സൈൻ തീറ്റ എന്നുള്ള വെലോസിറ്റി കമ്പോണ്ടാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ആക്സിസ് മാത്രം നോക്കാം. എക്സ് ആക്സിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അത് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷനെ സംബന്ധിച്ച് ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, സ്മോൾ എക്സ്. എക്സ് ആക്സിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ്. സോ എക്സ് ബൈ ടൈമിന് ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് ബൈ ടി ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ, ഓർ ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ. ഇപ്പോൾ നമ്മൾ എടുത്തത് ഹൊറിസോണ്ടൽ മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷൻ എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായി അത് യൂണിഫോം മോഷനാണ്. ആ യൂണിഫോം മോഷൻ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് അവിടുത്തെ ടൈം കിട്ടി, ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ. ഇനി നമ്മൾ മോഷൻ അലോങ് വൈ ആക്സിസ്, ദാറ്റ് ഈസ് വെർട്ടിക്കൽ മോഷൻ മാത്രമായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡർ ഓൺലി വൈ ആക്സിസ്. നമുക്കറിയാം വെർട്ടിക്കൽ മോഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ബോഡി മുകളിലേക്ക് പോകുന്ന സമയത്ത് ബോഡിക്ക് റിട്ടാർഡേഷൻ ഉണ്ടാവുന്നത് ഹയസ്റ്റ് പോയിന്റ് എത്തിയതിന് ശേഷം ബോഡി തിരിച്ചു വരുന്ന സമയത്ത് ഇറ്റ് ഹാസ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ എന്നുള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ ആക്സലറേഷൻ എന്നുള്ള ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഓഫ് മോഷനാണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ മോഷനിൽ നമ്മൾ വെലോസിറ്റിയുടെ യു സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ യു എന്നുള്ളതിന് പകരം നമ്മൾ കൊടുക്കുന്നത് യു സൈൻ തീറ്റ ഇൻറ്റു ടി എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ എന്നുള്ളത്. അത് മനസ്സിലാക്കേണ്ടത് മോഷൻ്റെ പ്ലെയിനിൽ ഏതൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും ഹൊറിസോണ്ടൽ മോഷനിലും വെർട്ടിക്കൽ മോഷനിലും ടൈം ഈക്വൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. അതായത് മോഷൻ്റെ പ്ലെയിൻ എന്നുള്ള ഒരു കേസ് എടുത്ത് ഏതൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഹൊറിസോണ്ടൽ മോഷനിലും വെർട്ടിക്കൽ മോഷനിലും കോൺസ്റ്റൻ്റായ ഒരേ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്തപ്പോൾ ടൈമിൻ്റെ വാല്യൂ കിട്ടിയിട്ട് ടി ഈസ് ഈക്വൽ എക്സ് ബൈ യു കോസ് തീറ്റ. അത് വെർട്ടിക്കൽ മോഷനിലും സെയിം ആയതുകൊണ്ട് നമുക്കിവിടെ ടൈമിൻ്റെ വാല്യൂ എക്സ് ബൈ യു കോസ് തീറ്റ എന്നുള്ളത് ഡയറക്റ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ ഇൻറ്റു ടൈമിന് പകരം എക്സ് ബൈ യു കോസ് തീറ്റ പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് ബോഡി
മുകളിലേക്ക് പോകുന്ന സമയത്ത് യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മുകളിലാണെങ്കിൽ ആക്സലറേഷൻ എന്നുള്ളത് ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതായത് ബോഡിയെ സംബന്ധിച്ചിട്ട് പ്രൊജക്റ്റിൽ മോഷനെ സംബന്ധിച്ചിട്ട് നമ്മൾ ബോഡി ത്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആക്സലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ എർത്ത് ഓൺലി. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതേ സമയം ബോഡി നമ്മൾ ത്രോ ചെയ്യുന്നത് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷനാണ്. അത് യു ഈസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് എ എന്നുള്ളതിന് പകരം നമുക്ക് -g എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു -g ഇൻറ്റു ദെൻ ടിക്ക് പകരം x/u cos θ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ യു ക്യാൻസൽ ചെയ്യാം. sin θ cos θ എന്ന് പറഞ്ഞാൽ tan θ ഇൻറ്റു എക്സ്. ദെൻ ഇവിടെ ഈ മൈനസ് ഇങ്ങോട്ട് ചേർത്ത് എഴുതി. ദാറ്റ് ഈസ് -12g ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഓഫ് പരാബോള. എന്ന് പറയുന്നത് y is equal to ax minus bx square എന്നുള്ള ഫോമാണ്. y is equal to ax minus bx square. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനും ഈ ഫോമിൽ തന്നെ ഉള്ളതാണ്. നോക്കൂ, ഇവിടെ a എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ട് ടേമാണ് tan θ എന്നുള്ളത്. അതേപോലെ b എന്നുള്ള കോൺസ്റ്റൻറ്റ് ഈക്വലായുള്ള ടേമാണ് g ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ പരാബോളയുടെ ഇക്വേഷന് സിമിലർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റിൽ എന്ന് പറയുന്നത് ഒരു പരാബോളയുടെ ഇക്വേഷനാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ദ പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോള. ദാറ്റ് ഈസ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ പരാബോള. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ കിട്ടിയത് ഒരു പരാബോളയുടെ ഇക്വേഷനായിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പരാബോളിക് ആണ് എന്നുള്ളത് പറയാൻ കഴിയും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ട് 3 ടേമുകൾ കൂടി കണ്ടെത്താനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ത്രോ ചെയ്തതിന് ശേഷം തിരിച്ച് അതേ ലെവലിൽ എത്തുന്നത് വരെ എത്ര സമയം ബോഡി ഫ്ലൈറ്റിലായി അല്ലെങ്കിൽ എയറിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് കണക്കാക്കുന്നതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ടൈം ഫോർ വിച്ച് പ്രൊജക്റ്റൈൽ ഈസ് ഇൻ ഫ്ലൈറ്റ്. ദാറ്റ് ഈസ് ടോട്ടൽ ടൈം ടേക്കൺ ബൈ എൻ ഒബ്ജക്റ്റ് ടു ഗോ ഫ്രം എ ടു സി. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ എയിൽ നിന്ന് ഒബ്ജക്റ്റ് സിയിലെത്താൻ എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കാണേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ചാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് ബോഡി എത്തിയപ്പോഴേക്കും എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്നുള്ളതാണ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് അടുത്തായിട്ട് കാണേണ്ടത്. മൂന്നാമത്തത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് പറഞ്ഞാൽ ഇത്തരത്തിൽ ബോഡി സഞ്ചരിക്കുന്ന സമയത്ത് എത്ര ഹൈറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ബോഡി മുകളിലേക്ക് പോയി എന്നുള്ളതാണ് മാക്സിമം ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കാം. പറഞ്ഞു, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്ക് എത്താനെടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനാണ്. കാരണം ബോഡി ഇങ്ങനെ വന്ന് വെർട്ടിക്കലി മുകളിലേക്ക് പോയി തിരിച്ച് ഇതേ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനാണ്. അപ്പോൾ വെർട്ടിക്കൽ മോഷൻ ആവുന്ന സമയത്ത് നമുക്കിവിടെ അറിയാം വെലോസിറ്റി എടുക്കേണ്ടത് ഏത് കമ്പോണൻ്റാണ്? സൈൻ തീറ്റ കമ്പോണൻ്റാണ്. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ കമ്പോണൻ്റാണ് ഇവിടെ വെർട്ടിക്കൽ മോഷൻ ഉണ്ടാക്കിയത്. യു കോസ് തീറ്റ കമ്പോണൻ്റ് ഉണ്ടാക്കിയത് ഹൊറിസോണ്ടൽ മോഷനാണ്. അതേപോലെ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്ക് ഒബ്ജക്റ്റ് എത്തുന്ന സമയത്ത് നമുക്കറിയാം ഹൈറ്റ് വെർട്ടിക്കൽ ഹൈറ്റ് എന്തായി? 0 ആയി. ഒരേ ലെവലിൽ തന്നെയാണ് ബോഡി എത്തുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 0 എന്ന് എടുക്കാം. ഓക്കെ, ദെൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? -g ആയിരിക്കും. കാരണം യുവിന് ഓപ്പോസിറ്റാണ് ജി ആക്ട് ചെയ്യുന്നത്. സോ എ ഈസ് ഈക്വൽ ടു -g. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ടുള്ള എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്ലൈ ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിൻ്റെ വാല്യൂ എന്താണ്? 0. ഓക്കെ,
യു എന്നുള്ളതിന് പകരം യു സൈൻ തീറ്റ എന്ന് കൊടുക്കാം, യു സൈൻ തീറ്റ. ഓക്കെ, ദെൻ ടി എന്ന് പറയുന്നത് ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എന്നുള്ളതിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മോൾ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. സോ യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എന്നുള്ളതിന് പകരം മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി, ദറ്റ് ഇസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. നമുക്ക് ഈ രണ്ട് ടേമുകളെ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് എഴുതാം. അപ്പോൾ യു സൈൻ തീറ്റ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ഉള്ള ടേമിനെ ഈക്വൽ ടുവിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇറ്റ് ബിക്കം പ്ലസ്, ദാറ്റ് ഈസ് ജി ടി സ്ക്വയർ ബൈ 2. ഓക്കെ, ദെൻ ദിസ് ടി ടി ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ നമുക്ക് ഇവിടെ യു ഓൾറെഡി ഉണ്ട്, ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു 2 യു സൈൻ തീറ്റ 2നെ കൊണ്ട് എടുത്ത് ദെൻ ജിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. സോ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് ദ ടൈം ടേക്കൺ ബൈ എ പ്രൊജക്റ്റൈൽ ഇൻ ഫ്ലൈറ്റ് എന്നുള്ളതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് ടു ഗോ ഫ്രം എ ടു സി എന്നുള്ളത് ഞാൻ പറഞ്ഞു ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേഞ്ചാണ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് പറഞ്ഞാൽ എയിൽ നിന്ന് ഒബ്ജക്റ്റ് സിയിലെത്താൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തെന്നുള്ളതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ഇവിടെ കാരണം എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ യു കോസ് തീറ്റ കമ്പോണൻറ്റ്, യു കോസ് തീറ്റ എന്നുള്ള കമ്പോണൻ്റാണ് ഈ ബോർഡിനെ ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടൽ മോഷൻ എടുക്കുന്ന സമയത്ത് വെലോസിറ്റിയുടെ യു കോസ് തീറ്റ എന്നുള്ള കമ്പോണൻ്റാണ് എടുക്കുന്നത്. ഇനി നമുക്കറിയാം ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് ഇവിടെ യു കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, നമ്മൾ നേരത്തെ കണ്ടെത്തി. അതായത് എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ബോഡി സഞ്ചരിച്ച സമയത്ത് എത്ര സമയം എടുത്തു എന്നുള്ളതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ക്യാപിറ്റൽ ടി ആണ് എടുക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റേഞ്ചാണ്. സോ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ്, ദാറ്റ് ഈസ് യു കോസ് തീറ്റ. സോ ആർ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി. ഓക്കെ, ദാറ്റ് ഈസ് യു കോസ് തീറ്റ. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഞാനിതിൽ നിന്ന് ഷഫിൾ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് യു സ്ക്വയർ, യു ഇൻറ്റു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, നമുക്ക് ട്രിഗ്നോമെട്രി ഐഡൻറ്റിറ്റി അറിയാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി നമുക്ക് ഏത് സിറ്റുവേഷനിലാണ് റേഞ്ച് മാക്സിമം ആവാമെന്ന് നോക്കാം. റേഞ്ച് മാക്സിമം ആണെങ്കിൽ ഇവിടെ സൈൻ 2 തീറ്റയുടെ വാല്യൂ മാക്സിമം ആവുന്ന കേസിൽ റേഞ്ചിൻ്റെ വാല്യൂ മാക്സിമം ആവും. അപ്പോൾ സൈൻ 2 തീറ്റ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ വാല്യൂ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സൈൻ 2 തീറ്റ മാക്സിമം എന്ന് പറയുന്നത് തീറ്റ സൈൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്താണ്. സോ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കറിയാം 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു 90/2, ദാറ്റ് ഈസ് 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് മാക്സിമം ഫോർ എൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി. അതായത് ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഹൊറിസോണ്ടൽ
ലൈനുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെങ്കിൽ ദ റേഞ്ച് വിൽ ബി മാക്സിമം. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് മാക്സിമം കവർ ചെയ്യുന്നത് റേഞ്ച് മാക്സിമം കിട്ടുന്നത് തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ജാവലിംഗ് ത്രോ പ്ലെയേഴ്സൊക്കെ തന്നെ അവർ പ്രിഫർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ കവർ ചെയ്യുന്ന ആ ജാവലിംഗ് കവർ ചെയ്യുന്ന റേഞ്ചിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. സോ ദ റേഞ്ച് ഈസ് മാക്സിമം ഫോർ ആൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി. എ ബി എന്നുള്ള രണ്ടാളുകൾ രണ്ട് ആംഗിളിൽ ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്യുക വിചാരിക്കുക. അതായത് എ എന്നുള്ള ആളുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 മൈനസ് തീറ്റയാണ്, ബി എന്നുള്ള ആംഗിളിലെ 45 പ്ലസ് തീറ്റയാണെങ്കിൽ നമുക്ക് എ എന്നുള്ള ആളുടെയും ബി എന്നുള്ള ആളുടെയും അക്വയർ ചെയ്യുന്ന റേഞ്ച് എന്താണെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ആർ എ നോക്കാം. ആർ എ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടുത്തെ തീറ്റ എന്ന് എടുക്കേണ്ടതാണ് 45 മൈനസ് തീറ്റ എന്ന് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 45 മൈനസ് തീറ്റ ബൈ ജി. ഓക്കെ, ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 45 90 മൈനസ് 2 തീറ്റ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ജി. സൈൻ 90 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റയാണ്. സോ യു വിൽ ഗെറ്റ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഇനി ബി എന്നുള്ള ആളെ കൺസിഡർ ചെയ്യാം. ബി എന്നുള്ള ആളുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 45 പ്ലസ് തീറ്റയാണ്. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജിയിൽ യു സ്ക്വയർ സൈൻ 2 45 പ്ലസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ നമുക്കിവിടെ യു സ്ക്വയർ സൈൻ 90 പ്ലസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. സൈൻ 90 പ്ലസ് 2 തീറ്റ എന്ന് പറയുന്നതും സൈൻ 2 തീറ്റയാണ്. ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എ എന്നുള്ള ആളുടെയും ബി എന്നുള്ള ആളുടെയും റേഞ്ച് സൈമാന്ന് കിട്ടി. സോ ആർ എ ഈസ് ഈക്വൽ ടു ആർ ബി എന്ന് കിട്ടും. അത് കാരണം ഈ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് 45-നേക്കാൾ തീറ്റ കൂടുകയും അതേപോലെ 45-നേക്കാൾ കറസ്പോണ്ടിങ് തീറ്റ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിളിലുമുള്ള റേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അടുത്താണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയഗ്രാം നോക്കിയാൽ അറിയാം. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന്, അതായത് ഈ പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിൽ വരെ ആവുന്ന സമയത്ത് എത്ര ഹൈറ്റ് ബോഡി സഞ്ചരിച്ചു പ്രൊജക്റ്റിലാവുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ഈ ഇത്രയും ഭാഗം മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇവിടെ എത്തുന്ന സമയത്തേക്ക് തന്നെ ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രൊജക്റ്റൈലിനെ സംബന്ധിച്ച് മാക്സിമം ഹൈറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു പാത്ത് മാത്രം അല്ലെങ്കിൽ ആ ഒരു റീജിയൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നോക്കുക, കൺസിഡർ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഓൺലി വെർട്ടിക്കൽ മോഷനാണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഹൊറിസോണ്ടൽ മോഷൻ അല്ല, വെർട്ടിക്കൽ മോഷനാണ് എടുക്കേണ്ടത്. കാരണം വെർട്ടിക്കൽ ഹൈറ്റാണ് എടുക്കുന്നുള്ളത് കൊണ്ട് വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ കമ്പോണൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് യു ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ആണ്. അതുപോലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ടു യു ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് മൈനസ് ജി. ഇനി അറ്റ് എൻഡ് പോയിന്റ് പറഞ്ഞാൽ ഇവിടെയാണ്. എൻഡ് പോയിന്റിനെ സംബന്ധിച്ച് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് വെലോസിറ്റി നമുക്കറിയാം യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 0 ആണ് എടുക്കേണ്ടത്. അതായത് ബി എന്നുള്ള പോയിന്റിലുള്ള ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 0, എ എന്നുള്ള പോയിന്റിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇനി ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടായ ബോഡിയുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ എസ് ഈസ് ഈക്വൽ ടു എച്ച്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്നുള്ളത് 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എന്നുള്ളതിന് പകരം യു സൈൻ തീറ്റ. സോ യു സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം മൈനസ് ജി എച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. ഓക്കെ, ദെൻ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലേക്കൊക്കെ നമുക്ക് മാറ്റാം. സോ 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ or h, the height h is equal to u square sin square theta divided by 2g. So that is the equation for maximum height. H is equal to u square sin square theta divided by 2g. ഇനി ഇവിടെ നമുക്ക് തീറ്റയുടെ
വേരിയേഷൻ നോക്കാം. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു റേഞ്ച് ഈസ് മാക്സിമം ഫോർ ആൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇവിടെ എങ്ങനെയാണ് ഹൈറ്റ് മാക്സിമം ആവുമെന്ന് വെച്ചാൽ സൈൻ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. അപ്പോൾ തീറ്റ ഏത് ഡിഗ്രി ആവുന്ന സമയത്താണ് സൈൻ തീറ്റ എന്നുള്ള 1 ആവുക? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി ആവുന്ന സമയത്ത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം ഹൈറ്റ് ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ്? എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. കാരണം തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് സൈൻ സ്ക്വയർ 90 എന്ന് വരും. സൈൻ സ്ക്വയർ 90 ഈസ് ഈക്വൽ ടു 1 ആവുന്നത് കൊണ്ട് നമുക്ക് എഴുതാം മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. ഈ തരത്തിലാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. അതേപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. അതേപോലെ റേഞ്ച് മാക്സിമം ആവുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആവുന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ആർ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എന്നുള്ളതായിരിക്കും. കാരണം സൈൻ 2 തീറ്റ എന്നുള്ളത് 1 ആയി മാറും. അതുപോലെ മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇവിടെയും മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി യു സ്ക്വയർ ബൈ 2g. കാരണം സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലം നോക്കാം. സപ്പോസ് എ പേഴ്സൺ ത്രോ എ വെലോസിറ്റി 10 meter per second with a velocity of 10 meter per second. What is the maximum height he can achieve? That is vertically body മുകളിലേക്ക് ത്രോ ചെയ്യുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second. അങ്ങനെയാണെങ്കിൽ ആൾക്ക് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് പറയേണ്ടത്. സോ നമുക്ക് കാണേണ്ടത് എച്ച് മാക്സ് ആണ്. എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്നുള്ളതാണ്. യു എന്ന് പറയുന്നത് 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി 10 എന്നെടുക്കാം. ദാറ്റ് ഈസ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 ഡിവൈഡഡ് ബൈ 220 ദാറ്റ് ഈസ് 5 മീറ്റർ. അപ്പോൾ 5 മീറ്റർ ആണ് അയാൾക്ക് ഈ വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ അറ്റൈൻ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കലി എറിയുന്ന സമയത്ത് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആയിരിക്കും. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. എ ഫുട്ബോൾ പ്ലെയർ കിക്സ് എ ബോൾ അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് വിച്ച് ദ ബോൾ റീച്ചസ് ദി ഹയസ്റ്റ് പോയിന്റ്. അതായത് ഇതാണ് സിറ്റുവേഷൻ. ഈ ഒരു ബോൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് 30 ഡിഗ്രിയിൽ ഹയസ്റ്റ് പോയിന്റ് പറയുന്നത് ബി ആണ്. ഈ ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എത്ര സമയമെടുക്കും? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ മാക്സിമം ഹൈറ്റ് റീച്ച്, ഏതാണ് മാക്സിമം ഹൈറ്റ് എത്രയാണെന്നുള്ളത് രണ്ടാമത്തത്. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി ബോൾ, അതായത് എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. നാലാമത്തത് ടൈം ഫോർ വിച്ച് ദ ബോൾ ഈസ് ഇൻ എയർ. അത് ബോൾ എയറിലാവുന്ന സമയത്ത് നമുക്ക് ആ ടൈമിനെ പറയുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം ടൈം ഫോർ വിച്ച് ദ ബോൾ ടു റീച്ച് ദ ഹയസ്റ്റ് പോയിന്റ്, എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്കറിയാം. എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഹാഫാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ സ്മോൾ ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ 2. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ 2u സൈൻ തീറ്റ ബൈ ജി ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ദാറ്റ് ഈസ് 20 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ജി എന്നുള്ളത് 10 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുന്നത്. സോ 20 ഇൻറ്റു സൈൻ 30 ഡിവൈഡ് ബൈ 10. അപ്പോൾ 2 ഇൻറ്റു സൈൻ 30 പറഞ്ഞാൽ 1/2. ദാറ്റ് ഈസ് 1 സെക്കൻഡാണ് ഹയസ്റ്റ് പോയിന്റിലെത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം ഹൈറ്റ് എച്ച് ആണ്. മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ദാറ്റ് ഈസ് 20 സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 400/20 ഇൻറ്റു 1/4. നമുക്ക് 5 മീറ്റർ എന്നത് ആൻസർ കിട്ടും. മൂന്നാമത്തത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദാറ്റ് ഈസ് 20 സ്ക്വയർ സൈൻ 2 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 10. സൈൻ 2 ഇൻറ്റു 30 പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 400 ഡിവൈഡ് ബൈ 10 ഇൻറ്റു സൈൻ 60 പറഞ്ഞാൽ √3/2 ആണ്. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ 34.64 മീറ്റർ എന്നുള്ളതായിരിക്കും. നാലാമത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് ബോഡി എയറിൽ നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി.
സോ 2 × 20 sin 30 divided by 10, that is 40 by 10 into 1/2, that is 2 seconds. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ഈ റേഞ്ച്, അതേപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് തുടങ്ങിയ ടേമുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇതോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിനിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.